വിഷ്ണു എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ എന്തായാലും ഇന്റർവ്യൂവിന് അക്സെപ്റ്റ് ചെയ്തതിന് വളരെയധികം താങ്ക്സ്. ഇപ്പോ നമ്മുടെ കൂടെ ഉള്ളത് വിഷ്ണു ഇപ്പോ PhD സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നെബ്രാസ്ക കലിംഗൻ യൂണിവേഴ്സിറ്റിയിൽ, USA. പക്ഷെ ഏതിലായിരുന്നു എന്ന് ഞാൻ മറന്നുപോയി. ഏത് കറക്റ്റ് നമ്മുടെ ഫീൽഡ് ഏതായിരുന്നു? ഞാൻ അറ്റ്മോസ്ഫിയറിക് സയൻസിലാണ്. അറ്റ്മോസ്ഫിയർ സയൻസിലോ? ഓക്കെ. അപ്പോ വിഷ്ണു, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട്, പിന്നെ മാസ്റ്റേഴ്സ് ബാച്ചിലേഴ്സ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും വർക്ക് ചെയ്തോ എന്നുള്ള രീതിയിൽ. ഹായ്, ഞാൻ വിഷ്ണു. ഞാനിപ്പോൾ നെബ്രാസ്ക ലിങ്കൻ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യാണ് അറ്റ്മോസ്ഫിയറിക് സയൻസ്. എൻ്റെ റിസർച്ച് ഏരിയ എന്ന് പറയുന്നത് യു എസിലുള്ള സെൻട്രൽ യു എസിലും മെയിൻലി ഫോക്കസ് ഏരിയ സെൻട്രൽ യു എസ് ആണ്. ഫ്ലാഷ് ഡ്രൗട്ട്, അതായത് കൺവെൻഷനൽ ഡ്രൗട്ടും ഫ്ലാഷ് ഡ്രൗട്ടും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണ്, അതിൻ്റെ റാപ്പിഡ് ഇൻറ്റൻസിഫിക്കേഷൻ്റെ കോസ് എന്താണെന്നാണ് ലൈക്ക് ഇപ്പോൾ സ്റ്റഡി ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ ഫോൾ സെമസ്റ്ററിലാണ് സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി, 2025 ഫോൾ. സോ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത് കുസാറ്റ് എന്നായിരുന്നു, MSc മീറ്ററോളജി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഒരു 7 മന്ത്സ് ഞാൻ അദാനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അദാനി റിന്യൂവബിൾസിൽ ഇൻഹൗസ് ഫോർകാസ്റ്റർ ആയിരുന്നു. ആ, പിന്നെ ഞാൻ ബാച്ചിലേഴ്സ് ചെയ്തത് പയ്യന്നൂർ കോളേജിൽ നിന്നായിരുന്നു, കണ്ണൂർ യൂണിവേഴ്സിറ്റി. അത് കഴിഞ്ഞ് വർക്കിന് ശേഷം ഞാൻ ഇവിടെ PhD കിട്ടി, അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഈ വർക്കിന് അപ്ലൈ ചെയ്ത സമയത്ത്, സോറി, PhD അപ്ലൈ ചെയ്ത സമയത്ത് എന്താ പബ്ലിക്കേഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായില്ല? ഇല്ല, എൻ്റെ പബ്ലിക്കേഷൻ ആക്ച്വലി പേപ്പർ റിവ്യൂലായിരുന്നു. പിന്നെ തീസീസ് വെച്ചിട്ടാണ്, അതാണ് അപ്ലൈ ചെയ്തത്. ലൈക്ക് ആ ഫോർമാറ്റാണ് ഞാൻ ഇവിടെ അയച്ചു കൊടുത്തത്. ആണോ? ഇതെങ്ങനെ ഈ PhD പൊസിഷൻ എങ്ങനെ കണ്ടുപിടിച്ചോ? ആക്ച്വലി ഞങ്ങൾക്ക് അറ്റ്മോസ്ഫിയറിക് സയൻസ് ഫീൽഡിൽ ഒരു മെഡ് ജോബ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് മെയിലിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മളത് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് വീക്ക്ലി ലൈക്ക് അല്ലെങ്കിൽ ഡെയിലി ബേസിസിൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരും. PhD പൊസിഷൻസ് ഉണ്ട് വേൾഡ് വൈഡ്, എവിടെയാണ് ഇത്ര കറണ്ട് പൊസിഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ദിവസം നോട്ടിഫിക്കേഷൻ കണ്ടതാണ്. ഇവിടെ NSFൽ ഒരു പ്രൊജക്ട്, ഫ്ലാഷ് ഔട്ടിൻ്റെ ഒരു പ്രൊജക്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുവഴി അപ്ലൈ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 2 സെറ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഫസ്റ്റ് റൗണ്ട് ഇൻട്രൊഡക്ഷനും പിന്നെ ബാക്കി ഒരു ടെക്നിക്കൽ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടെ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു അത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ലൈക്ക് ഓഫർ ലെറ്റർ വന്നു ഇവിടുന്ന്. ഓക്കെ. അപ്പോൾ അവിടുത്തെ PhD സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരുന്നത്? എത്ര വർഷമാണ് PhD? നമ്മൾ കോഴ്സ് ഇറങ്ങി കംപ്ലീറ്റ് ചെയ്യണോ? എങ്ങനെയാ? ഇവിടെ എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിയിൽ ലൈക്ക് PhD കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 90 ക്രെഡിറ്റ് ഫുൾഫിൽ ചെയ്യണം. സോ 45 റിസർച്ച് ആൻഡ് 45 നമുക്ക് കോഴ്സ് വർക്ക് ചെയ്യണം. അപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു 3 to 5 ആണ് ഈ പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് ആവുന്നത്, ലൈക്ക് കോഴ്സ് വർക്കൊക്കെ എടുത്തിട്ട് അതിൻ്റെ റിസർച്ച് നമ്മുടെ ഹൈപ്പോത്തീസിസ് മൊത്തം സാറ്റിസ്ഫൈ ചെയ്യുന്ന, റിസൾട്ടൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരു ത്രീ ഇയേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് തീസീസ് വെക്കാം ആക്ച്വലി. പിന്നെന്ന് വെച്ചാൽ നമുക്ക് സെമസ്റ്ററിൽ ഇത്ര കോഴ്സ് എടുക്കണം. ലൈക്ക് ഇപ്പോൾ ഫോൾ സെമസ്റ്ററിൽ ഞാൻ 6 ക്രെഡിറ്റ് കോഴ്സും, അല്ല 6 ക്രെഡിറ്റ് കോഴ്സ് വർക്കും 3 ക്രെഡിറ്റിൻ്റെ 2 കോഴ്സ് എടുത്തിട്ടുണ്ട്. അതേപോലെ 3 ക്രെഡിറ്റ് റിസർച്ചുമാണ്. അതേപോലെ സ്പ്രിംഗ് സെമസ്റ്ററിലും ഈ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്ത് പോകും. പിന്നെ ഒരു മാസ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്കൊരു ലൈക്ക് പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു 20-24. അത് ലൈക്ക് അഡ്വൈസറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഒരു കമ്മിറ്റി ഫോം ചെയ്യും PhDക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാം നമ്മുടെ ഇത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ലൈക്ക് നമ്മുടെ ഈ കോഴ്സ് വർക്ക് ട്രാൻസ്ഫർ ചെയ്യാം മാസ്റ്റേഴ്സിൻ്റെത്, നമ്മുടെ ലൈക്ക് കറണ്ട് വർക്കിംഗ് പ്രൊജക്റ്റിന് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ലൈക്ക് നമുക്ക് അതും കൂടെ സമ്മപ്പ് ചെയ്ത് ബാക്കിയുള്ള കോഴ്സ് വർക്ക് നമുക്ക് ചെയ്താൽ മതി. പക്ഷെ നമ്മൾ റിസർച്ചിൻ്റെ 45 3 ഇയേഴ്സ് കൊണ്ട് ഫുൾഫിൽ ചെയ്യണം. ഓക്കെ. അപ്പോ അവിടെ PhD അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാസ്റ്റേഴ്സ് ഡിഗ്രിന്റെ ആവശ്യമില്ലെന്നാണോ? മാസ്റ്റേഴ്സ് ഡിഗ്രീൻ്റെ ആവശ്യമില്ല. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ 3 ഇയർ ആണല്ലോ ഡിഗ്രി നാട്ടിൽ. അതെ. അപ്പോൾ നമുക്ക് 3 ഇയർ വെച്ച് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഓ, US ഓക്കെ. അണ്ടർഗ്രാഡ് എന്ന് പറയുന്നത് 4 ഇയർ ആണ്. പിന്നെ കുറച്ചും കൂടെ എനിക്കൊന്ന് അണ്ടർഗ്രാഡിൽ ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടെ റിസർച്ച് എക്സ്പോഷർ ഉണ്ട്. നമുക്ക് നാട്ടിൽ എത്രത്തോളം അതെ. റിസർച്ച് എക്സ്പോഷർ ഉണ്ടെന്ന് ലൈക്ക് അറിയില്ല ഒരു കോളേജിൽ. അതെ. ഇതിപ്പോ ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ബാച്ചിലേഴ്സ് നാട്ടിൽ കഴിഞ്ഞ് ഇതിപ്പോ ആ, ബാച്ചിലേഴ്സ് 4 ഇയർ ഉള്ള കോഴ്സ്, എനിക്ക് തോന്നുന്നത് ഇപ്പൊ അത് മാറ്റി തുടങ്ങി തോന്നുന്നു. ബാച്ചിലേഴ്സ് ഇപ്പൊ ഫോർ അതെ, ഇയർ ആക്കി തുടങ്ങി തോന്നുന്നു. അപ്പോൾ അത് അതെ. കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ട് നമുക്കൊരു റിസർച്ച് എക്സ്പോഷർ കിട്ടുന്നു, അത് കഴിഞ്ഞിട്ട് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ അവരെടുക്കും എന്നുള്ളത് പ്യൂർലി ഡിപ്പെൻസ് ഓൺ അഡ്വൈസർ ആൻഡ് ദ കമ്മിറ്റി. സോ അവർക്ക് വേണ്ട ലൈക്ക് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു NSF പ്രോജക്റ്റിലാണ്. സോ അവർക്ക് വേണ്ട റിക്വയർമെന്റ്സ് ആ സ്റ്റുഡൻറ് ഉണ്ടെങ്കിൽ, ലൈക്ക് ഇന്റർവ്യൂ കഴിഞ്ഞ് പെർഫോമൻസ് നല്ലതാണെങ്കിൽ അവർ കൺസിഡർ ചെയ്യും. നമുക്ക് പറയാൻ പറ്റില്ല, കാരണം മാസ്റ്റേഴ്സ് ഉള്ളത് നമുക്ക് എപ്പോൾ അഡ്വാൻറ്റേജ് ആണ്. അതെ. അതെ, ശരിയാണ്. അപ്പൊ USA ഇപ്പോ വന്നിട്ട് ഇപ്പൊ എത്രയായി?
കുറെ ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റിലാണ്. കഴിഞ്ഞ ഓഗസ്റ്റിൽ. അപ്പോൾ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ലതാണ്. ലൈക്ക് കോഴ്സ് വർക്ക് നല്ല അഡ്വാൻറ്റേജ് ആണ്. കുറച്ചും കൂടെ ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്. നാട്ടിലത്തെ കമ്പയർ ചെയ്യുമ്പോൾ ക്ലാസ്സസ് എല്ലാം ലൈക്ക് എന്തായാലും വീക്ക്ലി അല്ലെങ്കിൽ 2 വീക്കിൽ ഒന്ന് പ്രസന്റേഷൻ ഉണ്ടാവും. ഉം. അപ്പോൾ കുറച്ചും കൂടെ ഡിസ്കഷൻ, എന്താ പറയുക, ഡിസ്കഷൻ കുറച്ചും കൂടെ ഓറിയന്റഡ് ആണ്. അതായത് ക്ലാസ്സിൽ ഭയങ്കര ഇന്ററാക്റ്റീവ് ആണ് സെഷൻസ് എല്ലാം. അതെ. പിന്നെന്ന് വെച്ചാൽ എന്താ പറയുക, ഇപ്പോൾ ടെക്നിക്കലി ആയാലും പ്രാക്ടിക്കൽ ക്ലാസ്സസ് ഉണ്ട്. പിന്നെ ബാക്കി എനിക്ക് തോന്നുന്നു ലൈക്ക് കണ്ടിന്യൂസ് ക്ലാസ് അല്ല ഇവിടെ. എങ്ങനെയാന്ന് വെച്ചാൽ സ്ട്രക്ചർ നമുക്ക് 20 അവർ മതി. ഇപ്പോൾ ഒരു വീക്ക്ലി നമുക്ക് 20 അവർ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി, ക്ലാസ്സും റിസർച്ചും കൂടി. അപ്പോൾ ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് ഡെയിലി ഒരു ക്ലാസ് ആണ് ഉണ്ടാവുക. ഒരു 1 അവർ 1.5 അവർ കോഴ്സ് വർക്ക് ഒരു ക്ലാസ് ഉണ്ടാവും. പിന്നെ അതിനുശേഷം ബാക്കി റിസർച്ച് നമുക്ക് എന്താണ് ആ വീക്കിൽ ചെയ്യാനുള്ളത് അത് ചെയ്യുക, അങ്ങനെ. അപ്പം വീക്ക്ലി 20 hours വർക്ക് ചെയ്താൽ മതി എന്നാണോ? എങ്ങനെയാണ്? വീക്ക്ലി 20 അവേഴ്സ് വർക്ക് ചെയ്താൽ മതി. ആ, ഇറ്റ് ഓക്കെ. ഡിപ്പെൻസ്. ലൈക്ക് ഇപ്പോൾ ഞങ്ങളുടേത് വെച്ചാൽ കമ്പ്യൂട്ടേഷണൽ ആയതുകൊണ്ട് ആരും ഇപ്പോൾ അഡ്വൈസറിനെയാണ് പ്യുവർലി ഡിപ്പെൻഡ് ചെയ്യുക. അഡ്വൈസർ ലൈക്ക് ഇപ്പോൾ ഇത്ര അവർ വർക്ക് ചെയ്യണമെന്ന് മാൻഡേറ്ററി അല്ല. അത് നമുക്ക് എന്താ പറയുക, പഞ്ചിങ്ങോ അങ്ങനെയൊന്നും ഇല്ല. നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. ടൈം റിക്വയർമെന്റ് നമുക്ക് എടുക്കാം. ലൈക്ക് ഇത്ര ടൈം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കണം അങ്ങനത്തെ ഒരു ലൈക്ക് അതില്ല. നമുക്ക് ഇത്ര ഇത്ര ടൈം എന്തായാലും ഇരിക്കണം എന്നുള്ളൊരു സ്ട്രക്ചർ ഇല്ല, ഒരു റിക്വയർമെന്റ് ഇല്ല അവിടെ. അപ്പോൾ എന്താ തോന്നുന്നത്, നമുക്ക് CGPA മാറ്റർ ആണെന്ന് തോന്നുന്നുണ്ടോ PhD അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്? CGPA ലൈക്ക് എൻ്റെ കേസിൽ 8.9 ആയിരുന്നു. ഉം. സോ 8 ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ TA അസിസ്റ്റൻഷിപ്പ് കിട്ടും. ഞാൻ കറന്റ് 6 ടി എ ചെയ്യുന്നില്ല. സോ TA കിട്ടണമെങ്കിൽ 8 മതി. ഓ, ബാക്കി 8 മാറ്റർ ചെയ്യുന്നത് CGPA. മാറ്റർ ചെയ്യുന്നത് എപ്പോഴും റിസർച്ച് ആണ്. ഇപ്പൊ എന്റെ കേസിൽ ഇന്റർവ്യൂലൊക്കെ ചോദിച്ചത് റിസർച്ച് എക്സ്പീരിയൻസ് എന്താണ്, ലൈക്ക് എന്തൊക്കെ വർക്കാണ് ചെയ്തത്, അത് എത്രത്തോളം ഇപ്പോഴത്തെ കറണ്ട് പ്രൊജക്റ്റുമായിട്ട് മാച്ചിങ് ആണ്, പിന്നെ അതിൽ അക്വയർ ചെയ്ത സ്കിൽസ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതൊക്കെയാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ആ, ഓക്കെ. ഇപ്പോ ഉം. ഒരു കാര്യം ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മുടെ ഫീൽഡിൽ ഉം. ആർക്കെങ്കിലും PhD ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു PhD ആസ്പിറന്റിന് നമുക്ക് എന്ത് അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്നുള്ളത്? ലൈക്ക് മാക്സിമം മാസ്റ്റേഴ്സിന്റെ ടൈമിൽ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യുക. മാസ്റ്റേഴ്സിന്റെ പ്രോജക്റ്റ് നല്ല വൃത്തിക്ക് ചെയ്യാൻ നോക്കുക. ചെറിയ വർക്കാണെങ്കിലും അത് വൃത്തിക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ നോക്കുക. ആൻഡ് ഒരു പബ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് ആയിരിക്കും എന്തായാലും. പിന്നെ മാക്സിമം ടെക്നിക്കൽ സ്കിൽസ് അക്വയർ ചെയ്യാൻ നോക്കുക. പിന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. ലൈക്ക് മോർ ദാൻ ലൈക്ക് എന്താ പറയുക, പഠിച്ചു എന്നതിനേക്കാൾ നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് അപ്ലൈ ചെയ്യുക. ഏതാണ് നമുക്ക് പർട്ടിക്കുലർ ആയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് നമ്മൾ തപ്പി കണ്ടുപിടിക്കുക. പിന്നെ പ്രൊഫസേഴ്സിനെ റീച്ച് ഔട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വേക്കൻസീസിലേക്ക് അപ്ലൈ ചെയ്യുക. ലൈക്ക് ഓരോ അപ്ലിക്കേഷനും നമ്മൾ ടൈം എടുത്ത് അതിനുവേണ്ടി പ്രിപ്പയർ ആവുക. ലൈക്ക് വെറുതെ അപ്ലൈ ചെയ്യുന്നതിന് പകരം ഓരോ അപ്ലിക്കേഷനും നമ്മുടെ പ്രൊഫൈൽ എങ്ങനെ മാച്ച് ചെയ്യാൻ നോക്കാമെന്ന് മാക്സിമം ശ്രമിക്കുക. എന്നിട്ട് അങ്ങനെ അപ്ലൈ ചെയ്താൽ ഇന്റർവ്യൂ വരുന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് തോന്നിയത്. ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വല്ല ടിപ്സോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്? ലൈക്ക് എൻ്റെ കേസിൽ ആദ്യമൊക്കെ എനിക്ക് ഫസ്റ്റ് ഇന്റർവ്യൂ സൗത്ത് കൊറിയയിൽ കിട്ടിയിട്ടുണ്ടായി. പിന്നെ അപ്പോൾ ആ ടൈമിൽ എനിക്ക് തോന്നുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെ കിട്ടിയതെന്ന് വെച്ച് ഫസ്റ്റ് ടൈം ലൈക്ക് കുറച്ചും കൂടെ എങ്ങനെയാണ് ഫസ്റ്റ് ആയിട്ടാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്, ആ ഒരു ടെൻഷൻ ഉണ്ടായി. പിന്നെ കുറച്ചും കൂടി ഇന്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിനോട് ഓക്കെ ആവുമെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ലൈക്ക് നമ്മൾ കുറച്ചും കൂടെ ട്രൂ ആയിട്ട് നിൽക്കുക. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയാം. അറിയുന്ന കാര്യം, അതായത് കുറച്ചും കൂടെ നമ്മുടെ ബേസിക് നോളജും ടെക്നിക്കൽ സ്കിൽസ് എല്ലാം ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ നോക്കുക. പിന്നെ ലൈക്ക് എന്താണ് നമ്മളൊരു ഇപ്പോൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് പൊസിഷൻ ആണ്, ലൈക്ക് ഇപ്പൊ നമ്മൾ ഒന്നും അറിയാണ്ട് ജസ്റ്റ് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്താൽ കാര്യം ഉണ്ടാവില്ല. നമ്മൾ അതെ. അപ്ലൈ ചെയ്യുന്ന പൊസിഷൻ എന്താണ്, അതിന്റെ നോട്ടിഫിക്കേഷനിൽ അവർ ചോദിച്ച റിക്വയർമെന്റ് എന്താണ്, അപ്പൊ അതെല്ലാം വൃത്തിക്ക് സ്റ്റഡി ചെയ്യുക നമുക്ക് കിട്ടുന്ന ടൈം ലൈനിൽ. എന്നിട്ട് നമ്മൾ ബെസ്റ്റ് അതിന് കൊടുക്കുക, അത്രേ ഉള്ളൂ. ലൈക്ക് നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കുക. ഓവറായിട്ട് നമുക്ക് ലൈക്ക് അറിയാത്ത കാര്യം അറിയുമെന്ന് പറയരുത്. നമുക്ക് ഉള്ളതിൽ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുക, എന്നാലും വലിയ കുഴപ്പമുണ്ടാവില്ല. അതെ. അതെ. ഉം, അപ്പോ നമ്മളുടെ റിസർച്ചിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് നമുക്കൊരു ഒരു കോമൺ പേഴ്സണിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? എന്റെ റിസർച്ച് ആണോ? അതെ. ലൈക്ക് ഡ്രൗട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണ്ടാവില്ല, വരൾച്ച. ആ, അതെ. സോ ഡ്രൗട്ട് ആക്ച്വലി കൺവെൻഷനൽ ഡ്രൗട്ട് ഉണ്ട്. അതായത് നോർമലി നമ്മുടെ നാട്ടിലല്ല, ഇപ്പൊ നാട്ടിൽ ഫ്ലാഷ് ഡ്രൗട്ട് ഉണ്ട് ആക്ച്വലി. ലൈക്ക് നമ്മൾ കണ്ട് ശീലിച്ച ഒരു വരൾച്ച എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ചെറുപ്പത്തിലെ കണ്ടു പഠിച്ചത്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ലൈക്ക് എന്താ പറയുക, ഒരു 3 മന്ത് 4 മന്തിനുള്ള ഒരു സ്ലോ പ്രോസസ് ആണ്. ഡ്രൗട്ടിലേക്ക് ഇങ്ങനെ കടക്കുകയാണ്. ഒരു 2 മന്ത് 3 മന്ത് കൊണ്ട് ഇവോൾവ് ചെയ്തുണ്ടാവുന്നതാണ് കൺവെൻഷനൽ ഡ്രൗട്ട് എന്ന് പറയുന്നത്. ആ, പക്ഷേ ലൈക്ക് ഫ്ലാഷ് ഡ്രൗട്ടിന്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ റാപ്പിഡ് ഇന്റൻസിഫിക്കേഷൻ ആണ്. അതായത് ഒരു 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്സിൽ പെട്ടെന്നാണ് ഇന്റൻസിഫൈ ചെയ്യുക.
ഇപ്പോൾ ഡ്രൗട്ടിൻ്റെ ഒരു മെയിൻ ലൈക്ക് നമുക്ക് കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സോയിൽ മോയ്സ്ചർ പെട്ടെന്ന് ഡിക്ലൈൻ ചെയ്യും. അതായത് അന്തരീക്ഷത്തിലല്ല, നമ്മുടെ മണ്ണിലുള്ള വെള്ളത്തിൻ്റെ അളവ്, ലൈക്ക് അത് സോയിലിൻ്റെ മോയ്സ്ചർ കണ്ടന്റ്. അപ്പോൾ ആ മോയ്സ്ചർ കണ്ടന്റ് ഒരു 2-3 വീക്സിലൊക്കെ റാപ്പിഡ് ഡിക്ലൈൻ ആണെങ്കിൽ പിന്നെ കുറച്ചും കൂടെ കണ്ടീഷൻസ് ഉണ്ട് പേഴ്സൻറ്റേജ്, ലൈക്ക് ടെക്നിക്കലാണ്. അപ്പോൾ അതിനാണ് ഫ്ലാഷ് ഡ്രൗട്ട് എന്ന് പറയുന്നത്. കൺവെൻഷണൽ ഡ്രൗട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ റാപ്പിഡ് ആണിത്. അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അഗ്രികൾച്ചർ ലൈക്ക് ഭയങ്കരമായിട്ട് ഇത് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് ക്രോപ്സിനൊക്കെ. ഇപ്പോൾ US-ന്റെ കേസിലാണെങ്കിൽ US-ൽ 2012 ഒരു ഫ്ലാഷ് ഡൗട്ട് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതൊരു $30 ബില്യൺ മറ്റോ ലോസ് ടോട്ടൽ US-ന് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ 2019-ലും 17-ലും ഇതേപോലെ ഒരു ഫ്ലാഷ് ഡൗട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ലൈക്ക് ഒരു 2020 ആ ടൈമിലേക്ക് വരുന്തോറും ഫ്ലാഷ് ഡൗട്ടിന്റെ ഫ്രീക്വൻസി കൂടിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ ലൈക്ക് പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ റാപ്പിഡ് ഇന്റൻസിഫിക്കേഷന്റെ കോസ് എന്താണെന്ന് അറിയില്ല. ഈ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇന്റൻസിഫൈ ചെയ്യുന്നത്, അതിന് ഈ അറ്റ്മോസ്ഫിയറിക് പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് അതിനെ ലൈക്ക് എന്താണ് ഡിപ്പെൻഡ് ചെയ്യാനുള്ള അതിന്റെ കാരണങ്ങൾ എന്താണ്. അപ്പം അതാണ് ഞാനിവിടെ സ്റ്റഡി ചെയ്യുന്നത് ആക്ച്വലി. ലൈക്ക് ബേസിക്കലി ഇതിന്റെ ഡിഫറൻസും ഈ റാപ്പിഡ് ഇന്റൻസിഫിക്കേഷൻ കോസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, എനിക്ക് ഏകദേശം മനസ്സിലായി. അപ്പോൾ നമുക്ക് നമ്മൾ ഏകദേശം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഓക്കെ ഫോർ ഷെയറിങ് യുവർ എക്സ്പീരിയൻസ്. ഓക്കെ